നമുക്ക് നിലമ്പൂരിലേക്ക് പോവാം. നിലമ്പൂരിൽ നിന്ന് മാത്രം 146 മൃതദേഹങ്ങളാണ് അവിടെ കണ്ടെടുത്തിരിക്കുന്നത്. സി കെ വിജയൻ വിവരങ്ങൾ നൽകും. സി കെ, അവിടെ നിന്ന് നൽകാനാവുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? ഇന്നും മൃതദേഹങ്ങൾ തേടിയുള്ള പരിശോധന രാവിലെ 6 മണി മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ആൾക്കാരുകളായി സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിയിരിക്കുന്നു. ആ നടത്തിയതിൻ്റെ ഭാഗമായി ഇന്നും ഒട്ടേറെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ആ മൃതദേഹങ്ങളിൽ പലതും പൂർണ്ണമായ അർത്ഥത്തിൽ മൃതദേഹമല്ല. നമ്മൾ ഇന്നലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇത്. എങ്കിൽ കൂടിയും നമുക്ക് പറയാതെ വയ്യ. തിരച്ചിലിനിടയിൽ ഇത്തരത്തിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളാണ് പലയിടത്തു നിന്നുമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നിലമ്പൂർ ആശുപത്രിയിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുമായി എത്തിക്കൊണ്ടേയിരുന്നു. 146 മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ നിലമ്പൂർ ആശുപത്രിയിൽ മാത്രം ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ 88 എണ്ണം ശരീരഭാഗങ്ങളാണ്. ബാക്കി 58 എണ്ണം പൂർണ്ണമായും മൃതദേഹങ്ങളുമാണ്. ഇതിൽ കുട്ടികളുടേതുണ്ട്, സ്ത്രീകളുടേതുണ്ട്, പുരുഷന്മാരുടേതുണ്ട്, കുഞ്ഞുങ്ങളുടേതുണ്ട്, എല്ലാമുണ്ട്. അത്യന്തം വേദനാജനകമായ കാര്യങ്ങൾ. ഞങ്ങൾ ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ നേരം ഈ ആശുപത്രിയുടെ അവിടെ നിൽക്കുമ്പോഴേക്കും പിന്നീട് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം മൃതദേഹം എന്ന നിലയിൽ തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്നത് പലപ്പോഴും അവയവങ്ങൾ മാത്രമാണ്. അത്തരത്തിലുള്ളൊരു കാഴ്ച ആരെ സംബന്ധിച്ചും കണ്ടു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, ഒട്ടേറെ ദുരന്തങ്ങൾ പലപ്പോഴായി പല സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇത്. അത് കൂടുതൽ നമ്മളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഒരു മൃതദേഹം കാണുന്ന വിഷമമല്ല അല്ലെങ്കിൽ ആഘാതമല്ല അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള അവയവങ്ങൾ കാണുമ്പോൾ ഉണ്ടാക്കുന്നത്. അതിനേക്കാളും എത്രയോ ഭീകരമാണ്. മനുഷ്യജീവൻ എത്രമാത്രം നിസ്സാരനായി, മനുഷ്യൻ എത്രമാത്രം നിസ്സാരനുമായി പോന്നു. അവൻ്റെ ശരീരം എന്ന് പറയുന്നത് എത്രമാത്രം അർത്ഥവുമില്ലാത്ത ഒരു വസ്തു മാത്രമായി പോകുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴായി തോന്നിപ്പോകും. ഏതായാലും നമ്മൾ അക്കാര്യം കൂടുതൽ പറയുന്നില്ല. അത് പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ എല്ലാവർക്കും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇതാണ് ഈ ദുരന്തത്തിൻ്റെ അവസ്ഥ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇവിടെ ശക്തമായ രീതിയിൽ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് പരിശോധനകൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ വേണ്ടത്ര സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റ് യന്ത്രങ്ങളുടെ സഹായങ്ങൾ ആവശ്യമാണ് എന്ന ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് പുഴയിലെ വെള്ളം മഴയാണ് എല്ലായിടത്തും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സംവിധാനങ്ങളില്ലാത്തതുമൊക്കെയും തെരച്ചിലിനെ ദുഷ്കരമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭാഗികമായി കിട്ടുന്ന മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ, അതാണ് അവിടെ നിന്നും കണ്ടു നിൽക്കാനാകാത്ത കാഴ്ച എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് സി കെ നൽകുന്നത്.